നിങ്ങളിത് കണ്ടാ? കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അയക്കണമെങ്കിൽ അവനെ എത്ര വലിയൊരു ക്രിമിനലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ എവിടെ ചെന്ന്? ഇവനന്ന് ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? അവനൊക്കെ എന്ത് പേടിയാണ് വെച്ചേക്കുന്നത്? ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ പെങ്ങൾക്കോ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. കാരണം ഒന്നും അറിയാതെ പെട്ടുപോകുന്ന ഒരു വലിയൊരു ട്രാപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ നിരന്തരം എന്ന് വെച്ചാൽ എണ്ണി തീർക്കാൻ പറ്റാത്ത വ്യക്തികളെ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുന്നതും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നതും ചാറ്റിങ്ങിലൂടെ പരിചയപ്പെടുന്നതാന്ന് പറഞ്ഞാൽ പോരാ. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. അവൻ്റെ പേര് ഞാനിപ്പോൾ എന്തായാലും എടുത്ത് പറയുന്നില്ല. അവന് ഇൻസ്റ്റാഗ്രാമിൽ കണികളെ എല്ലാവർക്കും സുഖല്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ഈ വിഷയം പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആർക്കും ഇങ്ങനൊരു ചതി പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക്. പ്രമോഷൻ വീഡിയോകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എന്നെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗാർഡനിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മൂവിയുടെ ആവശ്യമാണെന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ മൂവിയുടെ സ്റ്റോറിയുടെ ഫുൾ ഭാഗവും അതിനകത്തൊരു സ്റ്റോറി ആയിട്ട് ഫുള്ളും ആ മെയിലിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റോറി ഇത് കണ്ടോ നിങ്ങൾ? എനിക്ക് വന്ന മെയിലാണ് കേട്ടോ ഇത്. ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. റിവെഞ്ച് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ മൂവിയുടെ ആണെന്നും പറഞ്ഞും കൊണ്ട് വന്നതാണ്. കൊടുത്തിരിക്കുന്നത് ഡോട്ട്സ് പ്രൊഡക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവനൊന്ന് ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കേട്ടോ, കുത്തിയിരുന്നാണ് ഇതെല്ലാം ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു 2-3 പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ പിക്കും അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തു കേട്ടോ വാട്സപ്പിൽ. അങ്ങനെ എനിക്ക് വാട്സപ്പ് നമ്പർ, എനിക്ക് 2 നമ്പറുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ മാത്രമേ കൊടുത്തുള്ളൂ, അത് കോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തു. ഹായ്, ഞാൻ രേഷ്മയാണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് ഇത് പറ്റത്തുള്ളൂ, അതെനിക്ക് പറ്റിയൊരു നല്ലൊരു ക്യാരക്ടറാണ്, എന്തായാലും താൻ തന്നെ ചെയ്യണം എന്നൊക്കെ എന്നോട് ഭയങ്കരമായിട്ട് എന്നെ ഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു എന്നോട്. അപ്പോൾ ഈ സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് അവർ പറഞ്ഞു, അവരുടെ ഫോട്ടോ, ആ വ്യക്തിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നു. ഈ പറഞ്ഞ ലിനോഷ് ആൻ്റണി എന്ന് പറഞ്ഞ ഇയാളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു കേട്ടോ. അങ്ങനെ ഇയാൾ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് ഇതാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അടുത്ത് ചോദിച്ചു ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ, കൊടുത്തില്ല. ഞാൻ അങ്ങനെ മിണ്ടാതെ പോന്നു. അയാൾ എന്നോട് പറഞ്ഞ് ഒരു കോട്ടയം ചായത്തിയുടെ ന്യൂ ഫേസ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ രേഷ്മയുടെ ഫേസ് ഞങ്ങളിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ രേഷ്മയുടെ ഫേസ് ഞങ്ങളുടെ ആ ഒരു കഥാപാത്രത്തിന് നന്നായിട്ട് യോജിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രേഷ്മനെ സെലക്ട് ചെയ്തത് എന്നൊക്കെ എന്നോട് ഭയങ്കരമായിട്ട് തള്ളി മറിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു മോഡേൺ ഗേളാണ് എന്ന് പറഞ്ഞു. കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറഞ്ഞു. കോസ്റ്റ്യൂമിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് ബ്ലൗസും പിന്നെ സാരിയാണെന്ന് പറഞ്ഞു. പിന്നെ ജീൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ടീഷർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മോഡേൺ ഗേളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു മൂവി ചെയ്യണമെങ്കിൽ അതിന് പിന്നെ അതുപോലെ തന്നെ ഓഡീഷൻ ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരാൾ മെയിൽ അയച്ചിട്ട് അതിൻ്റെ സ്റ്റോറി, ഇപ്പം നമ്മളൊരു സിനിമ എടുക്കുന്നതിന് ആ സിനിമയുടെ സ്റ്റോറി നമ്മൾ പബ്ലിക്കായിട്ട് കാണുന്നവർക്കൊക്കെ മെയിൽ അയച്ചു കൊടുക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. നമ്മളത് മറ്റുള്ളവർക്ക് പറയാതെ രഹസ്യം സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ അത് അത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്റ്റോറിയൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ട് എന്താണെന്നുള്ളത് എനിക്ക് ഫുള്ള് സംശയങ്ങളായിരുന്നു കേട്ടോ ആ സമയത്ത്. രേഷ്മ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓക്കെ, ഞാൻ നാളെ രാവിലെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പുള്ളിയെടുത്ത്. അങ്ങനെ വിളിച്ച സമയത്ത് എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനഗണ മനഗണ എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ ജനഗണ മനഗണ, പിന്നെ ഏതാണ് അങ്ങനെ കുറച്ച് സിനിമയുടെ പേരുകളൊക്കെ പറഞ്ഞു. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതേപോലെ തന്നെ പ്രൊഡ്യൂസർ, ആ ഭാഗത്തൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പെട്ടെന്ന് എനിക്കത് മനസ്സിലാവുന്ന പോലും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴിച്ച പോലെ അങ്ങോട്ട് സ്പീഡിൽ പറഞ്ഞു പോവുക. കാരണം ഈ പുള്ളി പറഞ്ഞ ആ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു കാര്യം സംസാരിക്കുന്നില്ല. പുള്ളി മുമ്പ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വലിയ വലിയ സിനിമയൊക്കെ ഉണ്ട്.
അത്യാവശ്യം ഫേമസ് ആയ സിനിമകളെ കുറിച്ചൊക്കെയാണ് പുള്ളി ഇങ്ങനെ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ കുറച്ച് സിനിമയുടെ പേര് പറഞ്ഞു, അത് എനിക്ക് മറന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് സിനിമയുടെ പേര്, പക്ഷേ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അതായത് എനിക്ക് വന്നിരുന്ന ആ വർക്കിനെ കുറിച്ചോ ആ ഒരു ഇതിനെ കുറിച്ചോ സംസാരിക്കുന്നില്ല. പകരം ഇയാൾ മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, എന്തൊക്കെ പുള്ളി ഭയങ്കര വലിയ സംഭവമാണെന്ന് എന്നോട് കാണിക്കാനായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാനത് കുറച്ച് നേരം കേട്ടു, ഒരു 10-15 മിനിറ്റ് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഓക്കെ 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 എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് കിടക്കണമല്ലോ, അത് കിടക്കുന്നില്ല. അപ്പോൾ തലപ്പാണ്ട് ഇതെടുത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് അടുത്ത് സംസാരിക്കുമ്പോഴേക്കും പുള്ളി കയറിയിട്ട് ഹലോ എന്ന് പറഞ്ഞു. പുള്ളിൻ്റെ സൗണ്ട് കേട്ടതും എൻ്റെ പൊന്നോ, അപ്പോഴേക്കും അവിടെ കിടന്നിട്ട് ഇയാൾ പറഞ്ഞു ഹലോ ഹലോ കേൾക്കുന്നില്ലേ. ഫുൾ ആക്ടിങ്. ഒരാണിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും ഹലോ ഹലോ അവന് കേൾക്കാൻ പറ്റേണ്ട അവസ്ഥയായി. അവൻ കിടന്നിട്ട് ഹലോ 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 എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം ഇരിക്കുന്നു. നമ്മൾ ഹലോ എന്ന് പറയുന്നത് അവന് കേൾക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അവൻ വേഗം പെട്ടെന്ന് കട്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും അങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോഴേക്കും അവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിടന്നിട്ട് ഫോൺ അടിക്കുന്നുണ്ട്, അവൻ എടുക്കുന്നില്ല. ശരി, ഉടായ്പന്നെ ആയിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഇട്ടപ്പോൾ സീൻ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ചായിട്ട് വിളിച്ചപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ട്യൂൺ കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ മനുഷ്യനെ കളിപ്പിക്കുകയാണല്ലേ, നിങ്ങൾ എന്താ വിളിച്ചിട്ട് എടുക്കാത്ത, എൻ്റെ ഹസ്ബൻഡ് സംസാരിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാത്തതെന്ന് വെച്ച് ഞാൻ മെസ്സേജിൽ. അപ്പോൾ മെസ്സേജ് ചോദിച്ചപ്പോഴേക്കും പുള്ളി പറഞ്ഞു തിങ്കളാഴ്ച വിളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര തിങ്കളാഴ്ച കഴിഞ്ഞെന്നറിയോ? ഇതുവരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കി നമ്മളെ ട്രാപ്പിലാക്കാൻ. അതായത് ഇപ്പോൾ അവർക്ക് വിചാരിക്കുന്ന, ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സിനിമ പ്രാന്ത് തലയ്ക്ക് മൂത്ത് പ്രാന്തായിട്ട് നടക്കുന്നവരായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പ്രാന്തായി നടക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു സ്റ്റോറിയൊക്കെ എടുത്ത് തന്ന്, അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ മെൻ്റലി അപ്പോൾ അതാണ് വിഷയം. എൻ്റെ ഫോൺ അതിൽ തന്നെ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ വീണ്ടും ചാർജ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൂടിപ്പോയി 2 മാസം കഴിഞ്ഞു, അയാൾ ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളുള്ളവരുണ്ടാവും, ചിലപ്പോൾ ഇതിനെക്കാട്ടിയും വലിയ അനുഭവങ്ങളുള്ളവരുണ്ടായിരിക്കും. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന നിങ്ങളുടെ സഹോദരിമാരുണ്ടാവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ഫേക്കായിട്ട് ഇമെയിൽ ഐ ഡിയിൽ ഫേക്കായിട്ട് ഇതേപോലെ ആക്ട് ചെയ്യാനായിട്ട്, അഭിനയിക്കാനായിട്ട് പുതുമുഖങ്ങളെ തേടുന്നു, അല്ലെങ്കിൽ പല മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മെയിൽ ഐ ഡിയൊക്കെ മെയിൽ വരുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പോയി ചാടാതെ അതിൻ്റെ പുറകിൽ എന്തൊക്കെ ഉണ്ടെന്നും കൂടെ നമ്മളൊന്ന് അന്വേഷിക്കുക. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് തിങ്കളാഴ്ച ആയിട്ടില്ല. അപ്പോൾ തിങ്കളാഴ്ച ആയിട്ട് പുള്ളി ഇതുവരെ വിളിച്ചിട്ടുമില്ല. ഞാനപ്പോൾ എന്തായാലും പുള്ളിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല, അതായത് വാട്സപ്പ് ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പുള്ളിയുടെ പിക്ചർ ആയിക്കോട്ടെ, പുള്ളിയുടെ മെയിലായിക്കോട്ടെ, എല്ലാം ഞാനവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മോഹിപ്പിക്കാൻ, മോഹന വാഗ്ദാനങ്ങൾ നൽകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വരും. അപ്പോൾ അതിലൊക്കെ വിശ്വസിച്ച് പോയി ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവനൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ചിലപ്പോൾ എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാങ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമല്ല, ഇതിനു മുമ്പും പല വ്യക്തികളും ഇതേപോലെ തന്നെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ മൂവി അഭിനയിക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഞാൻ 1-2 മെസ്സേജ് അയച്ചപ്പോഴേക്കും ഒരുത്തനാണെങ്കിൽ ഒരു ABCD ഇല്ലാത്തൊരുത്തൻ, അവൻ്റെ സംസാരം, ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും അവൻ്റെ സംസാരം തന്നെ നമുക്കറിയാം. അത്യാവശ്യം നമ്മളൊരു മൂവി ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ആ വ്യക്തിക്ക് ആ സംസാരത്തിലൂടെ തന്നെ നമുക്ക് കുറച്ച് മനസ്സിലാവും ക്വാളിഫൈഡ് ആണോ അയാൾക്ക്, അതിനുള്ള എന്തെങ്കിലും ആ വ്യക്തിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് എവിടെയോ കിടക്കുന്ന ഒരു കൂതറയാണെന്നാണ് തോന്നുന്നത് സത്യത്തിൽ. എന്നാൽ വെറും കൂതറ എന്ന് പറഞ്ഞാൽ പോരാ. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. അവൻ്റെ പേര് ഞാനിപ്പോൾ എന്തായാലും എടുത്ത് പറയുന്നില്ല. അവന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു മൂവിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടുക്കിയിലാണ് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതിൽ ഓഡീഷനും മറ്റു പരിപാടികളൊന്നും ഇല്ലയോ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഈ സിനിമയിൽ മറ്റേ ഇതുണ്ടല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് അങ്ങോട്ട് എടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമില്ല, എന്താണ് അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല, കാരണം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അവൻ പറഞ്ഞു. പിന്നെ നമ്മളൊരു ഫ്രണ്ട്ലി മൈൻഡിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് പോയി ചെയ്യാം എന്നുള്ള രീതിയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ ഡീറ്റെയിൽസൊക്കെ അയക്കാൻ പറഞ്ഞു, എൻ്റെ മറ്റേ പിക്കുകളും മറ്റേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ അയക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് കാണാം, നേരിട്ട് കണ്ട് മീറ്റ് ചെയ്യാം. ഇപ്പോൾ അവൻ്റെ ഇവിടെ കൊച്ചിയിലെ കടവന്ത്രയിൽ എവിടെയാണെന്ന് പറഞ്ഞു. അപ്പം ശരി മീറ്റ് ചെയ്യാം, മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ തരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ ചോദിച്ചു. അങ്ങനെ IDയിൽ കയറി ചെക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് കണ്ടിരിക്കുന്നത് ഇവൻ എവിടെയോ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു സെൽഫി എടുത്തതിൻ്റെ ഒരു പിക്കും, അതേപോലെ ഏതോ ഒരു നമ്മുടെ ഈ തമിഴ് സിനിമയിലുള്ള ഒരു പഴയൊരു ആക്ടറുണ്ട്, പുള്ളിയുടെ കൂടെ നിന്നിട്ടുള്ളൊരു പിക്കും. ഇപ്പോൾ സിനിമ നടന്മാരുടെയും നടിമാരുടെയും കൂടെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ പോയി നിന്നൊരു സെൽഫി എടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല, അത് വേറെ കാര്യം. അത് മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചത് കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അക്കൗണ്ട്, അതായത് ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മിനിമം പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫോൺ ഉണ്ടായിരിക്കും, അതായത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു മൊബൈൽ എന്തായാലും മസ്റ്റായിട്ടുണ്ടായിരിക്കും. ഇവൻ്റെ സംസാരം കേട്ടിട്ട് എന്താണ് ഇവൻ ഭയങ്കര തള്ളിമറിക്കലായിട്ടാണ് എന്നോട് പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്യാഷുള്ള രീതിയിലാണ് അവൻ്റെ സംസാരം കാര്യങ്ങളും. ക്യാഷ് ഉള്ളവനാണെങ്കിൽ എന്തായാലും നല്ലൊരു ഫോൺ ഏതൊരു മനുഷ്യനും വാങ്ങിക്കും. ഇവൻ്റെ ഫോണിൻ്റെ ക്യാമറേൻ്റെയും ഇതൊക്കെ ഞാൻ ആ ഒരു അക്കൗണ്ടിൽ കയറിയപ്പോൾ കണ്ടായിരുന്നു, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായത് എവിടെയോ കിടക്കുന്ന അലവലാതി ഓരോന്നും വന്നിട്ട് നമ്മളോട് കൊഞ്ചാനും കുഴയാനും വേണ്ടി നമ്പർ കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വേട്ടവളിയനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിൽ അങ്ങനെയായി. പിന്നെ അതിന് ഞാൻ അവനോട് ചോദിച്ചൊന്നുമില്ല. പിന്നെ അവ ഇടയ്ക്ക് കയറിയിട്ട് ഹായ് എവിടെയാ എന്ന് ചോദിച്ചും കൊണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴോ 1.5 കഴിയുമ്പോഴേ ഹായ് എവിടെയാണെന്ന് ചോദിച്ചും കൊണ്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വരുന്നത് കാണാം. അപ്പോൾ ഞാൻ പറയും വീട്ടിലുണ്ട് എന്ന് പറയും. പിന്നെ അവനെ പിന്നെ ഒന്നും ചോദിക്കില്ല, പിന്നെ ഒരു മിണ്ടാട്ടില്ല. പിന്നെ ഒരാഴ്ചയ്ക്ക് വീണ്ടും ഹായ് എവിടെയാ. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് സൺഡേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വരുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഒരു നിമിഷം വരെ ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് വിളിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ അതിന് ഒന്നുമില്ല. വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അത് എന്തിനപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു, മനസ്സിലായില്ലേ. അപ്പോൾ പെൺപിള്ളേരെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടും പെൺപിള്ളേരെ ട്രാപ്പ് ചെയ്യാനായിട്ടും പല മോഹങ്ങളും കൊടുത്ത് സിനിമയിൽ അഭിനയിപ്പിക്കാം, അതാണ് കൊണ്ട് പലരും പെട്ടുപോകുന്നുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം എന്താണ് റീൽസ് ചെയ്യുന്നതായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. എൻ്റെ അനുഭവമാണ് കേട്ടോ. പിന്നെ ഞാനെപ്പോഴും എന്താ വെച്ചാൽ എനിക്ക് ഏതൊരു മെയിൽ ID വന്നു കഴിഞ്ഞാലും ഞാനതിൻ്റെ മൊത്തത്തിൽ അരിച്ച് പെറുക്കിയിട്ടാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർ നമ്മളെ ഇതാക്കുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നോർമലായിട്ട് അവർ കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇടയ്ക്ക് ഞാനൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഷാഹിദ് കൊടുവള്ളിയുടെ അത്യാവശ്യം നല്ല പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളീനെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ് പുള്ളിയുടെ 1-2 പാട്ട് ഞാൻ വീഡിയോസ് ചെയ്തപ്പോൾ അങ്ങനെയാണ് പുള്ളി എന്നെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി. ഫ്രണ്ട്സിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അടുത്തൊരു ആൽബം ഉണ്ട്, അതിൽ ആക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വിട്ടു. പിന്നെ ഇടയ്ക്ക് എൻ്റെ റീൽസൊക്കെ കാണും, എന്നെ സപ്പോർട്ട് ചെയ്യും. പുള്ളിയുടെ ഏതൊരു പാട്ട് ഇറങ്ങിയാലും ഞാനും ആ പുള്ളിയുടെ പാട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യാനും എല്ലാത്തിനും ഞാൻ നിൽക്കാറുണ്ട്, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാറുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ മെയിൽ ID യിലൊന്നും വന്നില്ല. പകരം എൻ്റെ അടുത്തേക്ക് എൻ്റെ ഇൻസ്റ്റയിൽ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചെന്നോട് ചോദിച്ചു, ഇങ്ങനെ പുതിയൊരു ആൽബം ഉണ്ട്, എനിക്ക് വരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത സെക്കൻഡ് തന്നെ നേരിട്ട് പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നു. നമുക്ക് യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ആ ഒരു സെറ്റിൽ ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നേരായ വഴിയിലായിരുന്നെങ്കിൽ അവർ നേരായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും, പറയുകയൊക്കെ ചെയ്യും. മറ്റേത് ഉടായിപ്പാണെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങനെ പതുങ്ങി നിൽക്കും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാൻ. കുറേ ആയി ഞാൻ ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും, ഇവന്മാരുടെ ഫോട്ടോസ് ആയിക്കോട്ടെ, ഇവന്മാർ അയച്ച മെസ്സേജ് ആയിക്കോട്ടെ, മെയിൽ വന്നതോ ആയിക്കോട്ടെ, എല്ലാം ഞാൻ സകല കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവനോട് ഞാൻ അന്നേ പറഞ്ഞിരുന്നു, നീ ഫേക്ക് ആണെങ്കിൽ ഇപ്പം എനിക്കിങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട്, അതായത് എനിക്ക് ഓൾറെഡി ഞാനെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇവരുടെ ടെക്നിക്ക് എനിക്ക് വേഗം പിടികിട്ടി. മറ്റേത് ഒന്നും അറിയാത്ത പാവപ്പെട്ട സ്ത്രീകളുണ്ടാകുമല്ലോ, ഒന്നും അറിയാത്ത എവിടെയെങ്കിലും കിടക്കുന്ന ജീവിക്കാൻ ചിലപ്പോൾ നിവൃത്തിയില്ലാതെ ചിലപ്പോൾ സിനിമയോടുള്ള മോഹങ്ങളുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അവരൊക്കെയാണ് ഇതിൽ പോയി പെട്ടുപോകുന്നത്. അവരുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്.
ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഏതെങ്കിലും എവിടെയും കേൾക്കുന്ന ഒരു സഹോദരി ചിലപ്പോൾ എവിടെയെങ്കിലും പറ്റിക്കപ്പെടുകയോ ചതിക്കപ്പെടുകയോ, മനസ്സിലായില്ലേ, പീഡനം അതും ഇതൊക്കെ പെട്ട് നമ്മൾ കേൾക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പറ്റും. അത് ആലോചിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും അറിയിക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള മെയിൽ അയക്കുന്നവന്മാർക്കൊരു വിചാരമുണ്ട്. എന്താണെന്നറിയാമോ? അത് അവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യും. നമ്മുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ കാണിക്കുന്ന റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണും. എന്നിട്ട് പിന്നെ ബാക്കി നമ്മുടെ കുടുംബത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഫേസ്ബുക്ക് ചെക്ക് ചെയ്യും. ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം അതിനകത്ത് ആരും കാണുന്നില്ല എന്താണെന്ന് അറിയുമ്പോൾ അവർ വിചാരിക്കും ചിലപ്പോൾ ആളൊന്നും ആദ്യമൊന്നും ഇല്ലാത്ത എവിടെയും കിടക്കുന്ന ഒരുത്തിയായിരിക്കും. എന്താ ഇവളെ ഒന്ന് നോക്കാം, ഒന്ന് ട്യൂൺ ചെയ്യാം എന്ന് നോക്കിയിട്ടാണ് ഇവന്മാർ വരുന്നത്. അതാണ് ഏറ്റവും വലിയ മണ്ടന്മാരെന്നേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ ഡയലോഗ് ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ, അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം മാറിയിട്ടും അനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ട് നമ്മളത് ചെയ്യും. ചിലപ്പോൾ ഹോട്ടായിട്ട് നമ്മൾ ചെയ്യും, അല്ലാത്ത രീതിയിൽ ചെയ്യും, എമോഷണലായിട്ട് ചെയ്യും, പല രീതിയിൽ നമ്മൾ ചെയ്യും. അത് നമ്മൾ ആ കഥാപാത്രത്തിനോട് യോജിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ അതുപോലെ ആയിരിക്കുന്നില്ല റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത്. അതാണ് ചിലർക്ക് പറ്റുന്ന മണ്ടത്തരം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന വെറും മണ്ടന്മാരും മണ്ടികളുമല്ല സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നതും, ഒന്ന് പ്രത്യേകിച്ച് റീൽസ് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവരെ ഇരിക്കുന്നത് മണ്ടന്മാരല്ല എന്ന് വിചാരിക്കുക. പിന്നെ അതായത് ലോകപരിചയം, അതായത് ഈ സമൂഹത്തിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് വിശ്വസിക്കുന്ന ക്യാരക്ടറുള്ള സ്ത്രീകളുണ്ടായിരിക്കാം. ഓക്കെ, അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ അനുഭവങ്ങൾ ഇല്ലാതെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അവർ അങ്ങനെ പെട്ടുപോകുന്നത്. പക്ഷെ അതുപോലെ എല്ലാവരെയും കാണരുത്. അതുപോലെ എല്ലാവരെയും കണ്ടിട്ടാണ് നിങ്ങൾ ഇതുപോലെ ഒന്നും അറിയാതെ കയറിയിട്ട് നമ്മളെ ഇങ്ങനെ ഫേക്കായിട്ട് ഇമെയിൽ ഐ ഡി ഇട്ടിട്ട് നമ്മളെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ നിരന്തരം എന്ന് വെച്ചാൽ എണ്ണി തീർക്കാൻ പറ്റാത്ത വ്യക്തികളെ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുന്നതും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നതും ചാറ്റിങ്ങിലൂടെ പരിചയപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ക്യാരക്ടറാണെന്നുള്ളതും അവരെങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ വരുന്നത് അവരുടെ ഫസ്റ്റ് ചാറ്റിങ്ങിൽ തന്നെ നമുക്ക്, എന്നെ സംബന്ധിച്ച് എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് അനുസരിച്ച് അവർക്കുള്ള മറുപടികൾ ഞാൻ കൊടുക്കും. ചില സൈക്കോകളുണ്ടായിരിക്കാം, അല്ലാതെ നോർമലായിട്ട് നമ്മൾ നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കളുണ്ടായിരിക്കാം, എപ്പോഴും കോമഡി പറയുന്നവരും ഉണ്ടായിരിക്കാം, അതേപോലെ നമ്മുടെ റീൽസിനോട് നല്ല ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കാം. അങ്ങനെ പല പല ആളുകളുണ്ട്, പല പല ഏജിലുള്ള പല പല ആളുകളുണ്ട്. ചിലപ്പോൾ 10, 20, 19 വയസ്സുള്ള കൊച്ചു പയ്യന്മാരുണ്ട്, 20, 23 വയസ്സുള്ള ചെക്കന്മാരുണ്ട്. മനസ്സിലായി, അവന്മാർ ചേച്ചി എന്ന് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ പല പല ആളുകളെ നമ്മൾ കാണുന്നതാണ്, അവരോടൊക്കെ മിണ്ടുന്നതാണ്, കമ്പനി ആവുന്നതാണ്. അങ്ങനെ ഒരാളാണ് ഞാൻ. അത് എന്നെപ്പോലെ തന്നെയാണ് പല സ്ത്രീകളും, അതായത് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന പല റീൽസ് ചെയ്യുന്നവരും ഏകദേശം അതുപോലെ തന്നെയായിരിക്കും. അപ്പം ഒന്നും അറിയാതെ മണ്ടന്മാരല്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ വളരെ നന്നായി. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മെയിൽ ഐ ഡി വരുന്ന അമ്മ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എല്ലാത്തിനും തയ്യാറായിട്ട് എന്തിനും തയ്യാറായി നിൽക്കുന്ന അവളുമാരാണ് എന്നുള്ളൊരു വിചാരമുണ്ട്. അപ്പോൾ അത് ആദ്യം മാറ്റി വയ്ക്കുക. കാരണം എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്നവർ നിങ്ങളെപ്പോലെ തന്നെ ഫാമിലിയും കുടുംബവും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം പാസ്, അല്ലെങ്കിൽ ചിലവരുടെ കുറേ വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വരുന്നത്. ചിലവരെന്താ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതല്ലെങ്കിൽ ചിലവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവരുണ്ട്. അങ്ങനെ പല കാറ്റഗറി. ഇപ്പോൾ ചിലവരൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ടൈം പാസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമാ ഭ്രാന്ത് മൂത്തിട്ട് നമ്മളങ്ങനെ എല്ലാത്തിനും തയ്യാറായി നടക്കാനാണെങ്കിൽ എനിക്ക് തൻ്റെ മെയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. നമ്മളൊക്കെ എന്തിന് തയ്യാറായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊന്നും ഇവിടെ ഇരിക്കത്തില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കും താല്പര്യമില്ല, നമുക്ക് അങ്ങനെയുള്ളവരൊന്നും പോകാൻ താല്പര്യമില്ല. നമുക്ക് നമ്മളായി ജീവിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലുള്ളവർ നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകുന്നത്. എത്ര പേർക്ക് ഇപ്പോൾ എനിക്ക് അയച്ച മെസ്സേജ്, എനിക്ക് അയച്ച മെയിൽ ഇവന്മാർ എത്ര പെണ്ണുങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും, റീൽസ് ചെയ്യുന്ന എത്ര പെണ്ണുങ്ങൾക്ക് ഇത് അയച്ചിട്ടുണ്ടാവും, എത്ര പേര് അതിൽ പെട്ടുപോയിട്ടുണ്ടാവും, എത്ര പേര് എന്നെപ്പോലെ അത് മനസ്സിലാക്കി പിന്തിരിഞ്ഞു വന്നിട്ടുണ്ടാവും ഒന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ വലിയൊരു ചതിക്കുഴിയായിട്ട് ഇങ്ങനെയുള്ള പല ആളുകളും നമ്മുടെ മെയിൽ ഐ ഡി എടുത്തിട്ട് നമുക്ക് മെയിൽ അയക്കുന്നവരുണ്ട്. അതിലൊക്കെ പോയിട്ട് പെടാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എല്ലാവർക്കും നല്ലതവരുടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ഒന്നും മറക്കരുത്. അപ്പം ബൈ.